ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞാനിന്നൊരു പുതിയ ട്രിപ്പിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. കുംഭവരട്ടി എന്ന് പറയും. കുംഭവരട്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ അച്ചൻകോവിൽ റോഡാണ്. കാട്ടിലുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര. എന്റെ കൂടെ ഷമീറുണ്ട്, ഇവിടെ ഒരു ഫ്രണ്ടാണ്, പിന്നെ അബ്ദുള്ള ഉണ്ട്, പിന്നെ റംസാൻ എന്ന് പറഞ്ഞുണ്ട്. ഇനി ഒരു 4 പേര് കൂടെ ഉണ്ട്. അവരെല്ലാരും ഓൺ ദ വേ ആണ്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അങ്ങനെ കൂട്ടുകാരെ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര് കൂടാതെ വേറെ 4 പേര് കൂടെയുണ്ട്. ഇത് അനുവാണ്. അപ്പോൾ അനുവിൻ്റെ കാറാണ്. അപ്പോൾ അനുവിൻ്റെ കാറിൽ വേറൊരാൾ കൂടെയുണ്ട്, മുഹമ്മദ്. ബാക്കി 2 പേര് ബാലരാമപുരത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുംഭവരട്ടി വാട്ടർഫാൾസിലേക്കാണ് യാത്ര. കുംഭവരട്ടി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നമുക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്ക് പോകാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തെങ്കാശി വഴി നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതായത് തെങ്കാശിയിൽ നിന്ന് അച്ചൻകോവിൽ റോഡാണ്. അച്ചൻകോവിൽ റോഡ് പോകുന്നത് ഏകദേശം അച്ചൻകോവിൽ എത്തുന്നതിന് കുറച്ച് മുന്നെയാണ് ഈ കുംഭവരട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അത് കൊല്ലത്തുള്ളവർക്കും പിന്നെ ട്രിവാൻഡ്രത്തുള്ളവർക്കും ഇതുവഴി പോകുന്നതായിരിക്കും എളുപ്പം. പത്തനംതിട്ടയിലുള്ളവർക്ക് അതുവഴി അച്ചൻകോവിൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക് വരണം. അപ്പോൾ ഞങ്ങൾ കൂടെ ഉള്ള ബാക്കി 2 പേരെ നമ്മൾ ബാലരാമപുരം എത്തുന്നു, അവരെയും കൂടി മറ്റേ കാറിലേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 8 പേരായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഇപ്പോൾ കാട്ടാക്കട ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാഞ്ഞിരംകുളത്ത് നിന്നാണ് യാത്ര തുടങ്ങിയത്. കാഞ്ഞിരംകുളത്ത് നിന്ന് നേരെ ബാലരാമപുരത്ത് നിന്ന് നേരെ ഇപ്പോൾ കാട്ടാക്കട ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 8 പേരും കൂടി ഉള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അതായത് കാട്ടാക്കട നിന്ന് പൂവച്ചൽ വഴി എത്തിയിട്ട് പൂവച്ചലെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ വെള്ളനാട് എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തി. ഈ വെള്ളനാട് നിന്ന് നമുക്കിനി നേരെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് ഭാഗത്തേക്കാണ്. അപ്പോൾ നെടുമങ്ങാട് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഞങ്ങൾ നെടുമങ്ങാട് ഭാഗത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ നെടുമങ്ങാട് ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നെടുമങ്ങാട് ടൗണിൽ നിന്ന് നമുക്കിപ്പോൾ തെങ്കാശി റോഡിലേക്ക് ഇറങ്ങാം. അതായത് ട്രിവാൻഡ്രത്തു നിന്നും തെങ്കാശിയിലേക്ക് പോകുന്ന റോഡിലേക്ക് നമുക്ക് തിരിയേണ്ടിയുണ്ട്. നമ്മൾ നെടുമങ്ങാട് ടൗണിൽ നിന്നും തിരിഞ്ഞ് നേരെ നമ്മളിനി പോകുന്നതെന്ന് പറഞ്ഞാൽ ചുള്ളിമാനൂർ ഭാഗത്തേക്കാണ്. ചുള്ളിമാനൂരിൽ നമ്മളിപ്പോൾ നേരെ കാണുന്നത് പുൻമുടിയിലേക്ക് പോകുന്ന റോഡാണ്. അങ്ങോട്ട് തിരിയാണ്ട് നമ്മൾ ഇതാണ് തെങ്കാശിയിലേക്ക് ഈ ലെഫ്റ്റ് തിരിഞ്ഞ് കയറിപ്പോണം. ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചുള്ളിമാനൂരുള്ള ഒരു പഴയ ഒരു ഹോട്ടലാണ് നജീബ് ഹോട്ടൽ. ഇവിടെ നിന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കയറി ഞങ്ങളിതാ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ പാലോട് ടൗണെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു വനപ്രദേശത്തേക്ക് തന്നെ എത്തി. 2 സൈഡിലും നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു പാതയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ശരിക്കും 2 സൈഡും നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു റൂട്ടും കൂടിയാണ് ഈ റൂട്ട്. അതായത് നമ്മൾ പാലോട് നിന്നും മടത്തറ വഴി കുളുത്തൂപ്പുഴ, അതായത് തെങ്കാശി റൂട്ടാണ്. ഇതാണ് ശരിക്കും തെങ്കാശി റൂട്ട്. നല്ല രസമുള്ള ഒരു റൂട്ടാണ്. ഇപ്പോൾ കുറച്ച് ദൂരം ഓടിയപ്പോഴത്തേക്കും നല്ല മഴയെല്ലാം പെയ്തു തുടങ്ങി. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ മടത്തറ ടൗണിലേക്ക് എത്തി. ഇതാണ് മടത്തറ ടൗണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് കുളത്തൂപ്പുഴ ഭാഗത്തേക്ക്. അപ്പോൾ ഇങ്ങനെ റൈറ്റ് തിരിഞ്ഞ് നമുക്ക് കുളത്തൂപ്പുഴ ഭാഗത്തേക്ക് തിരിയാം. ഞങ്ങൾ കുളത്തൂപ്പുഴയെല്ലാം കഴിഞ്ഞ് നേരെ തെമ്മല ഭാഗത്തേക്ക് എത്തി. ആ കാണുന്നത് തെമ്മല ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് രാവിലെ അവിടെ ഇറങ്ങിയിട്ട് പോകുമായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ എന്തായാലും ഇറങ്ങുന്നില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പം സമയമുണ്ടെങ്കിൽ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോൾ തെമ്മല ടൗണിലേക്ക് എത്തി. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തെമ്മല ഡാം. അപ്പോൾ ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ തെമ്മലയെല്ലാം കഴിഞ്ഞ് ആര്യങ്കാവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന ഭാഗത്താണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന
പുനലൂർ വഴി നമുക്ക് തെങ്കാശിയിലേക്ക് പോകുന്ന റെയിൽ പാതയുണ്ട്. അടിപൊളി റൂട്ടാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യുന്നുണ്ട്. നല്ല മനോഹരമായ റൂട്ടാണ്. ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ഫിലിമെല്ലാം ഷൂട്ട് ചെയ്യുന്ന 13 കണ്ണറ പാലം എന്ന് പറയും. ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ പാലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി സമയം കളയണ്ടെന്ന് കരുതി തിരിച്ചു വരുമ്പോൾ ഇറങ്ങാനുള്ള പ്ലാനിലാണ്. എന്തായാലും നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. എന്തായാലും നമ്മുടെ യാത്ര ഇനി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ആര്യങ്കാവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആര്യങ്കാവിനോട് ആ ഭാഗത്തേക്ക് എത്താറായി. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളം കഴിഞ്ഞ് പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് എത്തും. അതായത് തെങ്കാശി ഭാഗത്തിലേക്ക് നമ്മൾ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല മനോഹരമായ കാഴ്ചകളായിരിക്കും. കാര്യം തെങ്കാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ആര്യങ്കാവ് കഴിയാറ്. ഇപ്പോൾ ആര്യങ്കാവിലെ ഒരു റെയിൽവേ മേൽപ്പാലമുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തമിഴ്നാട് ഭാഗമാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഏകദേശം നമ്മളിപ്പോൾ കോട്ടവാസൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തി. ഈ കോട്ടവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തെങ്കാശിയുടെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല വ്യൂ പോയിൻ്റാണ്. അപ്പോൾ തെങ്കാശിയുടെ ആ ഹരിതഭംഗി അവിടെ നിന്ന് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് ചെറിയൊരു മലയുടെ മുകളിൽ നിന്ന് നമുക്ക് താഴത്തെ കാഴ്ചകൾ നല്ല അതിമനോഹരമായിട്ട് കാണാൻ കഴിയും. അത് നമ്മുടെ റോഡ് സൈഡ് തന്നെയാണ്, ഹൈവേ തന്നെയാണ്, ഹൈവേയുടെ സൈഡിലാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത്രയും ദൂരം ഓടി വന്നതാണ്. അപ്പോൾ ഓടി വന്നിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ അവിടെ നിന്ന് 140 കിലോമീറ്ററുണ്ട് ഈ കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തെങ്കാശിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ആ മലയെ ഇറങ്ങി താഴെ ഒരു ചെറിയൊരു ഹെയർ പിന്നുണ്ട്. ആ ഹെയർ പിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. കാര്യം തെങ്കാശി അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ പോലെ തന്നെ നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തെങ്കാശി എന്ന് പറഞ്ഞാൽ. നല്ല തെങ്ങും തോപ്പും നെൽപ്പാടങ്ങളും പിന്നെ മാവിൻതോട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞിങ്ങനെ മഴയെല്ലാം തോർന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ പച്ചപ്പൊക്കെ കാണാൻ കുറച്ച് കൂടുതൽ കാണും. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തി. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. കാര്യം അങ്ങ് വിദൂരതയിൽ നല്ല മലനിരകളും അതിന് തൊട്ട് താഴ്വാരത്ത് ഇങ്ങനെ നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം ഞങ്ങളിപ്പോൾ ഈ കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക് പോകുന്ന ഈ ഹൈവേ നിന്ന് നമ്മൾ തിരിഞ്ഞ് വേറൊരു ചെറിയ റോഡിലേക്ക് കയറി. രണ്ട് സൈഡും മാവിൻ തോട്ടങ്ങളാണ്. ചെറിയൊരു ഗ്രാമത്തിലൂടെയാണ് യാത്ര. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായൊരു റൂട്ടാണ്. രണ്ട് സൈഡും മാവിൻ തോട്ടങ്ങളും തെങ്ങിൻ തോപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ റൂട്ടാണ്. ശരിക്കുള്ള വഴി ഇതല്ല, ഞങ്ങളൊരു ഷോർട്ട് കട്ട് കയറി പോകുന്നതാണ്. ശരിക്കുള്ള വഴി വന്നിട്ട് ചെങ്കോട്ടെ ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മെയിൻ റോഡിൽ കൂടെയാണ് വരേണ്ടത്. ഞങ്ങളിപ്പോൾ ഈ ഷോർട്ട് കട്ടിൽ കൂടെ കയറിയിട്ട് ഞങ്ങളിത് മെയിൻ റോഡിലേക്ക് ചെന്ന് കയറും. മെയിൻ റോഡിലേക്ക് ചെന്ന് കയറിയിട്ട് വേണം നമുക്ക് ഈ അച്ചൻകോവിൽ റോഡിലേക്ക് തിരിഞ്ഞ് കയറി പോകാനത്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ അച്ചൻകോവിൽ മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും മെയിൻ റോഡ്. അതായത് ചെങ്കോട്ട നിന്നും അച്ചൻകോവിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഇതുവഴിയാണ് നമുക്ക് ഈ കുംഭവരട്ടി വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. അതും ശരിക്കും പറഞ്ഞാൽ നല്ല മനോഹരമായ റൂട്ടാണ്. രണ്ട് സൈഡും പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് കാണാൻ ഭംഗിയുള്ള, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോയി
ആസ്വദിക്കുന്നതിനേക്കാളും ഈ കാഴ്ചകൾ കണ്ട് തന്നെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് പോകും. അത്രയും മനോഹരമായിട്ടുള്ള റൂട്ടാണ്. കണ്ടില്ലേ, നമ്മൾ ഈ ദൂരന്ന് കാണുന്ന മലനിരകളും രണ്ട് സൈഡും പച്ചപ്പും ഗ്രാമവും ഒക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ ഒരു റൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ വാട്ടർഫാൾസ് ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഹെയർ പിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയൊരു മലയും കൂടി നമ്മൾ കയറണം. ഈ മല കയറി നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിപ്പോൾ കുറേ ഹെയർ പിന്നുണ്ട്. ഹെയർ പിന്നൊക്കെ കയറിയിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് നേരെ വീണ്ടും നമ്മളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തും. അവിടെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ തമിഴ്നാട് കൂടെയാണ് നമ്മൾ, ഇതിപ്പോൾ അച്ചൻകോൾ റോഡാണ്. ഈ അച്ചൻകോൾ റോഡിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പരും ഒക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മുടെ ഡ്രൈവർ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷമീർ പോയി ഇറങ്ങി നേരെ അവിടെ പോയി ഫോറസ്റ്റ് അതിൻ്റെ അവിടെ ഒരു ഇതുണ്ട്, രജിസ്റ്റർ ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കുമ്പവട്ടി വാട്ടർഫാൾസ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ മല ഇറങ്ങണം. കയറി വന്നതുപോലെ തന്നെ അതുപോലെ മറു സൈഡിലേക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങണം. അത് താഴേക്ക് ഇറങ്ങി ഞങ്ങൾ ഏകദേശം അങ്ങ് താഴെ എത്താറായി. ഇപ്പോൾ നമ്മൾ കുമ്പവരട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്താറായി. രണ്ട് സൈഡും നല്ല അതിമനോഹരമായ റോഡ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ ഫോറസ്റ്റാണ്. തേക്കും കാടാണ് കൂടുതലും. ഫുള്ള് രണ്ട് സൈഡും തേക്കും കാടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഈ വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾ അവധി ദിവസം ആയതുകൊണ്ട് ശരിക്കും നല്ല തിരക്ക് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. അവിടെ വന്നപ്പോഴത്തേനും അവിടെ തിരക്കൊന്നും കാണുന്നില്ല. അവിടെ ഗേറ്റെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വന്ന് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ട്, അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് ഞങ്ങളിപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞങ്ങൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ട് അവിടെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ മഴ പെയ്തിട്ട് അവിടുത്തെ പോകുന്ന വഴിയെല്ലാം മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ആളിനെ കടത്തി വിടുന്നില്ല. അങ്ങനെ ഞങ്ങൾ നിരാശരായി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. തിരിച്ച് യാത്ര തുടരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്. ഞങ്ങളങ്ങ് വരുന്ന വഴിക്ക് അവിടെ ശരിക്കും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ വാട്ടർഫാൾസിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോയി. ഇതാണ് കുമ്പവട്ടി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ്. അതിപ്പോൾ ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തുള്ള വാട്ടർഫാൾസിൻ്റെ അവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ്. വണ്ടിയൊക്കെ ഒരു സൈഡിൽ, രണ്ട് സൈഡിലൊക്കെ ചിലർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കാരണം നമ്മുടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. കാര്യം എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് ഇത്രയും ദൂരം വന്നിട്ട് നിരാശരായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ അങ്ങ് മാറ്റി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറ്റാലം വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് വേറെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുറ്റാലത്തേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ തീരുമാനം അവിടെ നിന്ന് തന്നെ അടുത്ത കുറ്റാലത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്കായി. കുമ്പവരട്ടിയിൽ നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കുറ്റാലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഈ വന്ന വഴിയിൽ തന്നെ തിരികെ ഇറങ്ങി നേരെ നമുക്ക് തെങ്കാശി ഭാഗത്തേക്ക് വരണം. അവിടെ വന്നിട്ട് ടൗണിൽ വന്നിട്ട് വേണം നമുക്ക് ഈ കുറ്റാലത്ത് ഭാഗത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ യാത്ര തുടരുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം കുറ്റാലമാണ്.
ഏകദേശം നമ്മളിപ്പോൾ കുറ്റാലത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന മലയുടെ അടിവാരത്തായിട്ട് വരും കുറ്റാലം വാട്ടർഫാൾസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അതിന് അടുത്തെത്താറായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ ടൗണിലേക്ക് എത്തി, ടൗൺ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ റൈറ്റിലേക്ക് തിരിയണം. നമ്മളിപ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എവിടെയാണെന്ന് നോക്കുകയാണ്. കുറച്ച് മുന്നോട്ട് പോയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അത് നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് വാട്ടർഫാൾസിലേക്ക് പോകുന്ന എൻട്രൻസ്. ഇതിലൂടെയാണ് കയറി പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചിപ്പുറം മുന്നോട്ട് വന്നപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അവിടെ പാർക്കിംഗ് ഫീസ് വന്നിട്ട് ഏകദേശം 70 രൂപയുണ്ട് ഒരു കാറിന്. അങ്ങനെ ഞങ്ങൾ വണ്ടി കുറച്ച് മുന്നിലോട്ട്, കുറച്ച് സ്ഥലമുള്ള അവിടെ നിറയെ വണ്ടികളാണ്. അവിടെ മൊത്തം എനിക്ക് നല്ല അവധി ദിവസമായതുകൊണ്ട് നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും ചെറിയ മഴക്കാറും കൂടി ഉണ്ട്. മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. പിന്നെ മഴ ഇങ്ങനെ കാർമേഘം മൂടിക്കെട്ടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ വെള്ളം എന്തെങ്കിലും കുടിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴേക്കാണ് നോക്കിയപ്പോൾ ഒരാൾ അവിടെ നൊങ്കുമായിട്ട് നിൽക്കുന്നു, ഒരു കച്ചവടക്കാരൻ. അപ്പോൾ അങ്ങനെ അനു നൊങ്ക് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നൊങ്ക് വാങ്ങി കഴിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ നിങ്ങൾ കാണുന്നത്. അയാളുടെ അടുത്തുനിന്ന് ഒരു നൊങ്ക് ചോദിച്ചപ്പോൾ അയാളൊരു 10-13 നൊങ്ക് കട്ട് ചെയ്ത് മനുവിന് ഇട്ട് കൊടുത്തു. എന്തായാലും അയാൾ ഭയങ്കര ഒരു കച്ചവടക്കാരനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നൊങ്ക് ചോദിച്ച ആളിന് 10-13 നൊങ്ക് കട്ട് ചെയ്ത് കൊടുത്ത് അയാൾ കാശുണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നൊങ്കെല്ലാം കുടിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള 4 പേര് അവർ വേറൊരു വഴിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്താണ് ഞങ്ങളിവിടെ നിന്നത്. അപ്പോൾ അവരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 2 സൈഡും വന്നിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതിൽ ഈ മറ്റേ ടാറ്റു അടിക്കുന്നവരും അങ്ങനെ ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മുടെ കൂടെ ഷമീറും റംസാനും അനുവും അബ്ദുള്ളയും ആണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സൈഡിലൊക്കെ ഒരുപാട് പിന്നെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൽവ വിൽക്കുന്ന കടകളുണ്ട്. അവിടെ ഫേമസ് ആയിട്ടുള്ള ഹൽവയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. ഈ കാണുന്ന പടിക്കെട്ട് വഴി നമുക്ക് അപ്പുറത്ത് എൻട്രൻസ് ഉണ്ട്, മെയിൻ എൻട്രൻസ് വഴി കയറി പോവാം. വേണ്ട കണ്ടില്ല, ഈ പോകുന്ന വഴിയെല്ലാം സൈഡിൽ പിന്നെ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി നടന്ന് വേണം നമുക്ക് മുന്നോട്ട് പോരാനായിട്ട്. നടന്ന് കുറച്ച് സൈഡിലേക്ക് കണ്ടില്ലേ, ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഒരുപാട് നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വാട്ടർഫാൾസ് ദൂരം നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പറയുകയും ചെയ്തു, ഇന്നിപ്പോൾ കുളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളിൽ ഒരാൾക്ക് കുളിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അയാൾ കുളിക്കണമെന്നുള്ള കരുതിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ആ ശ്രമം ഉപയോഗിച്ചു. കാര്യം അത്രയ്ക്ക് മാത്രം തിരക്കാണ്. ആ തിരക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയും തിരക്കുണ്ട്. ഈ തിരക്കിനിടയിൽ നിന്ന് എങ്ങനെ കുളിക്കാനാണ്. അപ്പോൾ ഈ അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. അത് മാത്രമല്ല ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. ഇവിടെ ആർക്ക് വേണോ വന്ന് പോവാം. അത് കാരണം ഭയങ്കര തിരക്കാണ്, നിയന്ത്രണമൊന്നുമില്ല. അപ്പോൾ ഈ ഇവിടെ കുളിക്കാനായിട്ട് ഒരുപാട്, ഇത് കണ്ടില്ലേ, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാൾസാണ്. ഞാനിങ്ങനെ ദൂരെ നിന്ന് എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനു മുന്നേ ഒരു മാസം മുന്നേ ഇവിടെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായി. കുറേ പേര് വെള്ളത്തിലൊക്കെ ഒഴുകിപ്പോയിട്ടുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഴയെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണെന്ന്. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേ കണ്ടില്ലേ എന്ത് തിരക്കാന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല. അത്രമാത്രം തിരക്കാണ്. ഞങ്ങൾ കൂടെയുള്ള ആളിനെ കുളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നപ്പോയിട്ട് കഴിയുന്നുമില്ല. അങ്ങോട്ട് മുന്നിലോട്ട് പോകാനും കഴിയുന്നില്ല, അത്ര തിരക്കാണ്. അങ്ങനെ വലിയ കാര്യത്തിൽ ഞങ്ങൾ വന്നിട്ട് കുളിക്കാൻ പറ്റാത്ത നിരാശയിലും ആദ്യം കുമ്പവരട്ടി പോയിട്ട് നമുക്ക് ഒന്നും കഴിഞ്ഞില്ല, അതിനും പറ്റിയില്ല. അവസാനം കുറ്റാലത്ത് വന്ന് ഇവിടെ വന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. കണ്ടില്ലേ, ഇത്രയും തിരക്കിനിടയിൽ എങ്ങനെ കുളിക്കാനാണ്, ഇത്രയും ജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് ഞങ്ങൾ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് എന്തായാലും ഇവിടെ വന്ന് ഈ വാട്ടർഫാൾസ് കണ്ട് ആസ്വദിച്ചിട്ട് തിരികെ പോകാം എന്നുള്ള രീതിയിലാണ്. കണ്ടില്ലേ, ഷമീറും റംസാനും ഒക്കെ ഫോണിൽ ചിത്രങ്ങൾ എടുക്കുകയാണ്. കണ്ടില്ലേ, പോലീസുകാർ നിയന്ത്രിക്കുന്നുണ്ട് അവിടെ. അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾ എന്നാലും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ മഴക്കോള് വരുന്നുണ്ട്, അങ്ങനെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ലാന്ന് കരുതി ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്.
കണ്ടില്ലേ, ഞങ്ങൾ നേരത്തെ കണ്ട മെയിൻ എൻട്രൻസിൽ നിന്ന് വരുന്ന തിരക്കാണ്. അത്രമാത്രം തിരക്കുണ്ട്. ഈ തിരക്കിനിടയിൽ ഇനി എവിടെ കുളിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ തിരികെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന നേരത്തേക്ക് വന്നു. വണ്ടിയിൽ കയറി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ കൂടെ വന്ന 4 പേരും പുറകുന്ന് അവർ വണ്ടിയിൽ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആണ് ഞങ്ങൾ പോകുന്നത്, അവിടെ ഫുഡ് കഴിക്കാനായിട്ട്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് ചിക്കനാണ്. ബോർഡർ ചിക്കൻ എന്നാണ് പേര് പറയപ്പെടുന്നത്. അപ്പോൾ ബോർഡർ ചിക്കൻ കഴിക്കാനെന്ന്, അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഞാനൊരു വേറെ ആരും ഇത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അവർ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടൽ ലക്ഷ്യമാക്കി പിന്നെ നേരെ ടൗണിലേക്ക് വന്നു. അപ്പോൾ ടൗണിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പുതിയൊരു ഹോട്ടൽ, റഹ്മത്ത് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് പുതിയ ഹോട്ടലുണ്ട്. ഇതിൻ്റെ ഈ പഴയ ഹോട്ടലിൻ്റെ പുറകിലാണ് ഈ കാണുന്നത്. അതിൻ്റെ ആ ഹോട്ടൽ അവിടെയാണ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുത്തിട്ടാണ് വണ്ടി ഇവിടെ ഇരുന്നത്. 70 രൂപയാണ് പാർക്കിംഗ് ഫീസ്. അങ്ങനെ വണ്ടിക്ക് പാർക്കിംഗ് ഫീസെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോയി. അവിടെയും നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്, ഭയങ്കരമായ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ നല്ല ക്യൂ ആണ്. അപ്പോൾ ഒരു 8 പേര് ഇരിക്കുന്ന സീറ്റ്, ഞങ്ങൾ 8 പേരുണ്ട്. നമ്മൾ 8 പേര് ഇരിക്കുന്ന സീറ്റിലേക്ക് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡൊക്കെ എല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. ആദ്യമായിട്ടാണ് ബോർഡർ ചിക്കൻ കഴിക്കാൻ പോകുന്നത്. അതായത് ഇതാണ് ബോർഡർ ചിക്കൻ, ഒരു പ്രത്യേകതരം ചിക്കനാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മട്ടൻ ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ആസ്വദിച്ച് മട്ടൻ ബിരിയാണിയും ബോർഡർ ചിക്കനൊക്കെ നല്ല രീതിയിൽ കഴിച്ച് ആസ്വദിച്ചു. എന്തായാലും നമ്മൾ വാട്ടർഫാൾസ് കാണാൻ വന്നിട്ട് അത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ച് എല്ലാവരും നല്ല തൃപ്തി അടങ്ങി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ച് നേരെ ഞങ്ങളുടെ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് വന്നു. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് വന്ന് ഇനി എന്തായാലും നമ്മൾ തീരുമാനം തിരിച്ചു പോകാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു, ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇനി ഏകദേശം 136 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ തുറ്റി തുടങ്ങി. അപ്പോൾ നേരവും വൈകി തുടങ്ങി. ഏകദേശം 5:30 മണി കഴിഞ്ഞു ഞങ്ങളവിടെ നിന്ന് തിരിച്ചപ്പോൾ. നല്ല കണ്ടില്ലേ, കാർമേഘം മൂടിക്കെട്ടി കിടക്കുകയാണ്. ഏത് നിമിഷവും മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ മുന്നേ ഇങ്ങോട്ട് വന്ന സമയത്ത് കണ്ട ആ 13 കിണറ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി ഒരു വ്യൂ ആണ്, അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി കുറച്ച് നേരം അവിടെ സമയം ചിലവഴിച്ചു. അപ്പോൾ ഏകദേശം ഇപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 6:15 മണിയോളം ആയി. അപ്പോൾ വെട്ടമെല്ലാം കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.